KSU സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാടുകൾക്കെതിരെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. തന്നെ അപമാനിക്കുന്ന നിലപാട് അലോഷ്യ സേവ്യറിൽ നിന്നുണ്ടായി എന്നാണ് പരാതി. KSU ക്യാമ്പിലെ കൂട്ടത്തല്ല് അന്വേഷിച്ച KPCCയുടെ അന്വേഷണ സമിതിയോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും സുധാകരൻ ആവശ്യപ്പെട്ടു. കടുത്ത അച്ചടക്ക നടപടി വേണമെന്ന നിലപാടിൽ അയവ് വരുത്താതെ KSU പ്രസിഡന്റിന് ഉന്നം വെച്ചാണ് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ നീക്കം. നെയ്യാർ ഡാമിൽ നടന്ന പഠന ക്യാമ്പിലേക്ക് തന്നെ ക്ഷണിക്കാതിരുന്നത് അപമാനിക്കാനാണെന്നും കെ സുധാകരൻ AICC നേതൃത്വത്തെയും NSU നേതൃത്വത്തെയും അറിയിച്ചു. സ്വതന്ത്ര സംഘടന എന്ന നിലയിലാണ് KSU പ്രവർത്തിക്കുന്നത്. 4 പേർക്കെതിരെ എടുത്ത അച്ചടക്ക നടപടിയിൽ പോലും നീതിയുക്തമല്ലെന്ന പരാതിയും ഉന്നയിക്കുന്നുണ്ട്. അതേസമയം KPCC അന്വേഷണ സമിതിയുടെ വിശദമായ റിപ്പോർട്ട് ഉടൻ വേണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെടുന്നുണ്ട്. നടപടിയെടുക്കേണ്ട നേതാക്കളുടെ പട്ടിക സഹിതമാകും MM നസീറിന്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ട് നൽകുക. അലോഷ്യ സേവ്യർ പ്രതികാരപൂർവ്വം പെരുമാറിയെന്ന സസ്പെൻഷനിലായ സുധാകര പക്ഷക്കാരനായ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ക്യാമ്പ് നടത്തിപ്പിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന KPCC അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാവും അച്ചടക്ക നടപടിക്ക് NSUവിനോട് KPCC അധ്യക്ഷൻ ശുപാർശ ചെയ്യുക. എന്നാൽ A ഗ്രൂപ്പുകാരനാണെങ്കിലും തൻ്റെ അനുയായിയായി നിൽക്കുന്ന KSU സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KSUവിൻ്റെ പേരിലും വരും ദിവസങ്ങളിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ പോരുമുറുകുമെന്ന സ്ഥിതിയിലാണ്. ജനം, തിരുവനന്തപുരം.